ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ മാർക്കറ്റ് അനലൈസസ്. നിഫ്റ്റിയുടെ മെയ് 16 തീയതിയിലെ അനലൈസാണ് നമ്മൾ പറയുന്നത്. രാവിലെ തന്നെ നമ്മൾ നമ്മുടെ റീലിൽ പോസ്റ്റ് ചെയ്തായിരുന്നു നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ഏരിയയും അത് തന്നെ റെസിസ്റ്റൻസ് ഏരിയയും. മാർക്കറ്റ് കറക്റ്റായിട്ട് രാവിലെ ഓപ്പൺ ചെയ്തു. ആ റെസിസ്റ്റൻസ് ഏരിയയിൽ തട്ടി മാർക്കറ്റ് നേരെ താഴേക്ക് വന്നു. ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്തെന്ന് കണ്ടപ്പോൾ നമ്മളൊരു പുട്ട് ഓപ്ഷൻ എടുത്തിരുന്നു. എൻ്റെ ടാർഗറ്റ് ഈ ഒരു വൈറ്റ് ലൈൻ വരെയാണ് നമ്മൾ കൊടുത്തത്. ഏകദേശം ഒരു 10 പോയിൻറ്റ് OTM സ്ട്രൈക്കിലൊരു 10 പോയിൻ്റാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. നമ്മൾ ഇവിടെ വെച്ച് എക്സിറ്റ് ചെയ്യുകയും ചെയ്തു. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് തിരിച്ച് റിട്ടേൺ പോയി നമ്മൾ റെസിസ്റ്റൻസ് ഏരിയയിൽ തട്ടി വീണ്ടും തിരികെ മാർക്കറ്റ് താഴേക്ക് വന്നു. നമ്മൾ പിന്നെ ഇന്ന് ട്രേഡുകളൊന്നും എടുത്തില്ല, ഒരു ട്രേഡ് എടുത്തോളൂ. അതിനുശേഷം നമ്മുടെ ആ ഒരു സെക്കൻഡ് ടാർഗറ്റ് ഏരിയ കറക്റ്റ് എക്സാക്റ്റ്ലി മാർക്കറ്റ് ഈ ഒരു ലൈൻ തട്ടി തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയി നമ്മുടെ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തിരുന്നു. ഇവിടെ നമുക്കൊരു ട്രേഡിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, നമ്മളിവിടെ എടുത്തില്ല. അവിടത്തെയും സെക്കൻഡ് ടാർഗറ്റ് ഏരിയയിൽ ഹിറ്റ് ചെയ്തു മാർക്കറ്റ് ക്ലോസ് ചെയ്തു. നമ്മൾ ഈ ഒരു ലൈനൊക്കെ നമ്മൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ഒരു റീൽസ് പോസ്റ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇനി അടുത്ത് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ഏകദേശം നിഫ്റ്റിയെ പോലെ തന്നെയാണ് ആക്ട് ചെയ്തത്. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, റെസിസ്റ്റൻസ് ഏരിയയിൽ തട്ടി തിരികെ മാർക്കറ്റ് താഴേക്ക് വന്നു. ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ട്രേഡ് എടുക്കാമായിരുന്നു. ഇന്ന് നിഫ്റ്റിയിൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഫസ്റ്റ് ടാർഗറ്റ് ഏരിയ നമ്മൾ 47,421 കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് ഏരിയയിൽ ടച്ച് ചെയ്തു മാർക്കറ്റ് തിരികെ മുകളിലേക്ക് പോയി നമ്മൾ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തു, അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പം ഇന്നത്തെ ഒരു മാർക്കറ്റ് അനലൈസിസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ റെഡ് ലൈനും ഗ്രീൻ ലൈനും, ദാറ്റ് മീൻസ് സപ്പോർട്ട് ഏരിയയും റെസിസ്റ്റൻസ് ഏരിയയും മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു ഏരിയ കൺസിഡർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ടാർഗറ്റ് ഏരിയയും കറക്റ്റ് ആ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് തിരികെ പോകുന്നുണ്ട്. ഈ രണ്ട് ഏരിയയും നമ്മൾ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 10 പോയിൻറ്റ് നമുക്ക് മാർക്കറ്റിൽ നിന്നും ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പം നാളത്തെ മാർക്കറ്റ് അനലൈസിസ് വീഡിയോ നമ്മുടെ ഗ്രൂപ്പിലല്ല നമ്മുടെ അക്കൗണ്ടിൽ ഇടുന്നതായിരിക്കും. ഓക്കെ.